അങ്ങനെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചൂട് ചായയും കൊണ്ട് അടുക്കളയിലിരിക്കാണ് കേട്ടോ. പിള്ളേരൊന്നും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. എനിക്കാണെങ്കിൽ തൊണ്ടയടപ്പും ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ ഈ ടൈമിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തണുത്ത് പോവും. പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു. അതിനിടയിൽ കൂടെയാണ് നമ്മൾ പുറത്തുള്ള പരിപാടി. എന്താ വെച്ചാൽ ഫുള്ള് മഴയത്ത് ഈ കാറ്റടിച്ചിട്ടൊക്കെ വെള്ളം മൊത്തം അകത്താണ് കേട്ടോ. ഒറ്റ ലേശം വെള്ളം നമ്മളെ മഴവെള്ളം പുറത്ത് പോകുന്നുണ്ടാവില്ല. അപ്പോൾ അതുപോലെ രാത്രി തുണിയൊക്കെ ഇട്ടിട്ടാണ് കിടന്നത്. എന്നാലും രാവിലെ ആകുമ്പോഴത്തേക്ക് അതേ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞൊന്ന് ഒരുങ്ങാൻ നിൽക്കുകയാണ്. കാരണം നമുക്ക് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സമയം നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ സമയം തെറ്റുമ്പോൾ നമ്മുടെ ഓട്ടത്തിൻ്റെ സ്പീഡും കൂടും. അതുകൊണ്ട് തന്നെ ഇന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയതാ. പിന്നെ ചില്ലറ പൊട്ട് പരിപാടികൾ നമ്മൾ പൊട്ടി അടിക്കുക എന്നൊക്കെ പറയും. അതൊക്കെ പിന്നെ മഴയത്ത് ഇവിടെ ഇറങ്ങുമ്പോൾ അതൊക്കെ ഒലിച്ചങ്ങ് പൊക്കോളൂ, അത് വേറെ കാര്യം. പക്ഷെ എന്നാൽ ആ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്താ പറയുക, മഴക്കാലമൊക്കെയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ തോട്ടിലൊക്കെ നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇപ്പോൾ പോവാതെ പിടിച്ച് നിർത്തിയേക്കാണ്. കാരണം എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ മഴക്കാലം എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തുണീൻ്റെ പ്രശ്നം കേട്ടോ. ഒറ്റ ലേശം ഉണങ്ങുന്നില്ല. ഇപ്പം 3-4 ദിവസം മുന്നേ ഇട്ടത് പോലും വടി പോലെ ഇങ്ങനെ എന്താ പറയുക, നനച്ചൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കണമെങ്കിൽ ആകപ്പാട് ഒരു ഞായറാഴ്ച കിട്ടണം. അപ്പം അങ്ങനെ മേക്കപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡൊക്കെ ചില സമയത്ത് മടിയായാൽ ചില സമയം ചോറൊന്നും എടുക്കില്ല, അത് വേറെ കാര്യം. അപ്പം ബാഗൊക്കെ തപ്പിയെടുത്ത് ഈ വൈകുന്നേരം ഞാൻ ഇറങ്ങി വരുമ്പോൾ മക്കൾ ബാഗിൽ എന്തൊക്കെ ഉണ്ടോ നോക്കിയിട്ട് എല്ലാം എടുത്ത് പുറത്തിടും. അതുകൊണ്ട് ബാഗൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. കാരണം ചിലപ്പോൾ ഉള്ള സാധനങ്ങൾ മൊത്തം എടുത്ത് പുറത്തിട്ടിട്ടുണ്ടാവും, അവരങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഞാൻ പിന്നെയാണ് കേട്ടോ ലാസ്റ്റ് പോകാനാകുമ്പോഴാണ് ഫുഡ് കഴിച്ചത്. അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പം നല്ലൊരു വീഡിയോ നാളെ കാണുന്നവരേക്കും ബൈ ബൈ.